നമസ്കാരം. വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. അറിവുകൊണ്ട് കളിക്കുകയാണ് ഇവിടെ. ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനും അതേ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി, ഏതാനും മാസങ്ങളായി നമ്മൾ തുടങ്ങി വെച്ച ഈ ഒരു പദ്ധതി, ഈ ഒരു ചോദ്യം ചോദിക്കലും ഉത്തരം പറയലും അല്ലേ, അത് പ്രാഥമിക ഘട്ടം കഴിഞ്ഞ് കേരളത്തിലെ എല്ലാ ജില്ലകളും മത്സരിച്ച് അതിൽ നിന്ന് വിജയികളായ സെമി ഫൈനൽ കഴിഞ്ഞ് ഒരു കടമ്പ കൂടി കടന്ന് നിങ്ങൾ ഫൈനലിൽ എത്തി നിൽക്കുന്നു. ഫൈനലിലെ ഒരുപാട് സെഗ്മെൻറ്റുകൾ വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യം, ഗണിതം, ഇങ്ങനെ പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അവസാനത്തെ ഒരൊറ്റ സെഗ്മെൻറ്റ് മാത്രമാണ് ഇന്ന് ബാക്കിയായിരിക്കുന്നത്. ഒരേ ഒരു സെഗ്മെൻറ്റ്. ഈ സെഗ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റാണ്, കാരണം ഇത് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്ന സെഗ്മെൻറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഗ്മെൻറ്റിലേക്ക് നമുക്ക് കടന്നു പോകാം. മിന്നായം. മിന്നായം എന്ന് പറയുന്നത് മിന്നായം പോലെ വരുന്ന ചോദ്യങ്ങളാണ്. 10 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒരു ടീമിനോട് 10 ചോദ്യങ്ങൾ. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ബാക്കിൽ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യും. 45 സെക്കൻഡാണ് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള സമയം. ഈ 45 സെക്കൻഡിനുള്ളിൽ 10 ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനനുസരിച്ച് ഉത്തരങ്ങൾ നിങ്ങൾ പറയണം. അഥവാ ഉത്തരം അറിയില്ലെങ്കിൽ ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്, പാസ് എന്ന് പറഞ്ഞാൽ മതി. ഒരു ടെൻഷനും വേണ്ട, വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്താൽ മതി കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ആരാണ് ഉത്തരം പറയേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്കാണ് ലഭിക്കുക. 10 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്ക് കിട്ടും. ഇതാണ് രീതി. അപ്പോൾ ടേക്ക് എ ഡീപ് ബ്രീത്ത്സ്, ബി റെഡി ഫോർ ദാറ്റ്. ഓക്കെ, ഓൾ റൈറ്റ്, സ്റ്റാർട്ട് നൗ. ഖാർത്തൂം ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? സുഡാൻ. ഗ്ലൂക്കോ ട്രാവൻകോറിക്ക ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ്? അറിയില്ല. വ്യാസസമ്മാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്? അറിയില്ല. സൂര്യോദയത്തിൻ്റെ നാട് എന്ന് വിശേഷണമുള്ള സംസ്ഥാനം ഏതാണ്? അറിയില്ല. അയോ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? അറിയില്ല. ബംഗ്ലാദേശിലെത്തുമ്പോൾ പത്മയായി മാറുന്ന നദി ഏതാണ്? ഗംഗ. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കണ്ണൂർ. നേപ്പാളിന്റെ ദേശീയ പുഷ്പം? അറിയില്ല. ഇനി നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ 2 കൂടി ഉണ്ടായിരുന്നു. 8 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. അതിനകത്ത് 3 കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു. ഇനി ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. കാക്കനാടന്റെ യഥാർത്ഥ പേര് എന്താണ്? അറിയാമോ? കാക്കനാടൻ ജോർജ് വർഗീസ്. ജോർജ് വർഗീസ്, കറക്റ്റ്. ചിത്ര ഫയലായ ജിഫിന്റെ പൂർണ്ണരൂപം എന്താണ്? ഗ്രാഫിക് ഇമേജ് ഫയൽ. ഗ്രാഫിക് ഫോർമാറ്റ്. ഇന്റർചേഞ്ച് ഫോർമാറ്റ് ആണ് അതിൻ്റെ പേര്. സാരമില്ല. ഓൾറൈറ്റ്, ഓക്കെ. പ്രേക്ഷകരുടെ അറിവിലേക്കായി ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, അതിൻ്റെ ഉത്തരം കൂടി ആവർത്തിക്കുകയാണ്. ഖാർത്തൂം ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? സുഡാനാണ് കറക്റ്റ് ആൻസർ. ഗ്ലൂട്ട ട്രാവൻകോറിക്ക ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ്? ചെന്തുരുണി. വ്യാസസമ്മാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്? സാഹിത്യം. സൂര്യോദയത്തിൻ്റെ നാട് എന്ന് വിശേഷണമുള്ള സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. അയോ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? വ്യാഴം. ബംഗ്ലാദേശിലെത്തുമ്പോൾ പത്മയായി മാറുന്ന നദി? ഗംഗ. തെയ്യങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന സ്ഥലം? കണ്ണൂർ. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം? പൂവരശ്. കാക്കനാടൻ്റെ യഥാർത്ഥ പേര്? ജോർജ് വർഗീസ്. ചിത്ര ഫയലായ ജിഫിൻ്റെ പൂർണ്ണരൂപം? ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്. ഓക്കെ, 3 റൈറ്റ് ആൻസർ ആൻഡ് യു ഗോട്ട് 6 മാർക്സ്. ഓക്കെ, യു റെഡി? സിംപ്ലി റിലാക്സ് ആണല്ലോ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് നൗ. സോഫിയ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? അറിയില്ല. ടിട്രിക്കം വൾഗർ ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ്? അറിയില്ല. താൻസൻ സമ്മാനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്? സംഗീതം. ബുദ്ധവിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? അറിയില്ല. ഫിബി ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? അറിയില്ല. ഇന്ത്യയിലെ ആദ്യ അണക്കെട്ടായ കല്ലട ഏത് നദിയിലാണ്? കല്ലടയാർ. ദാസിയാട്ടം എന്ന് മുമ്പ് പേരുണ്ടായിരുന്ന കലാരൂപം എന്താണ്? ഭരതനാട്യം. മലേഷ്യയുടെ ദേശീയ പുഷ്പം? ചെമ്പരത്തി. ചെറുകാട് എന്ന തൂലികാനാമം ആരുടേതാണ്? ഗോവിന്ദ പിഷാരടി. കമ്പ്യൂട്ടർ മോണിറ്ററായ CRTയുടെ പൂർണ്ണരൂപം എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. 10 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് പറയുന്നത് വലിയ കാര്യം. ഉത്തരങ്ങൾ എത്ര തെറ്റി, ഉത്തരങ്ങൾ എത്ര ശരിയായി എന്നുള്ള കാര്യം രണ്ടാമത്തേത്. എല്ലാം അറ്റൻഡ് ചെയ്തു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ അറിവിലേക്കായി, പ്രേക്ഷകരുടെ അറിവിലേക്കായി ചോദ്യം ആവർത്തിക്കുന്നു. അതിൻ്റെ ഉത്തരം ആവർത്തിക്കുകയാണ്.
സോഫിയ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ബൾഗേറിയ. ടിട്രിക്കം വൾഗർ ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ്? ഗോതമ്പ്. താൻസൻ സമ്മാനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്? കറക്റ്റാണ് പറഞ്ഞത്, സംഗീതം. ബുദ്ധവിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ബീഹാർ. ഫിബി ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ശനി. ഇന്ത്യയിലെ ആദ്യ അണക്കെട്ടായ കല്ലണ ഏത് നദിയിലാണ്? കാവേരി. ദാസിയാട്ടം എന്ന് മുമ്പ് പേരുണ്ടായിരുന്ന കലാരൂപം ഏതാണെന്ന് ചോദിച്ചു. ഭരതനാട്യം എന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞു. മലേഷ്യയുടെ ദേശീയ പുഷ്പം ഏതാണെന്ന് ചോദിച്ചു. ചെമ്പരത്തി എന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞു. ചെറുകാട് എന്ന തൂലികാനാമം ആരുടേതാണെന്ന് ചോദിച്ചു. ഗോവിന്ദ പിഷാരടി എന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞു. കമ്പ്യൂട്ടർ മോണിറ്ററായ CRTയുടെ പൂർണ്ണരൂപം എന്ത് എന്ന് ചോദിച്ചു. കാഥോഡ് റേ ട്യൂബ് ആണ് കറക്റ്റ് ആൻസർ. സോ യു ആൻസർഡ് ഫോർ 4 ക്വസ്റ്റ്യൻസ്. അത് 4ഉം കറക്റ്റ് ആയിരുന്നു. 4 എണ്ണമാണ് പറഞ്ഞത്. സോ യു ഗോട്ട് 8 മാർക്സ്. ഓക്കെ, ഇനി ഈ ചോദ്യം വരുന്നത് വയനാടിനോടാണ്. നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. യു സിംപ്ലി റിലാക്സ്. യു ആർ റെഡി ഫോർ ദാറ്റ്? ഓക്കെ, സ്റ്റാർട്ട്. ഒട്ടാവ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? കാനഡ. ഹെമിട്രാക്കെറിസ് ഹൈലോക്രിസിയസ് ഏത് മൃഗത്തിന്റെ ശാസ്ത്രനാമമാണ്? അറിയില്ല. കലിംഗ പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്? പർവ്വത നിവാസികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ടൈറ്റൻ എന്ന് ഏത് ഉപഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ശനി. കാളിന്തി എന്ന് മഹാഭാരതത്തിൽ അറിയപ്പെടുന്ന നദി ഏത്? ഗംഗ. ബലയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? അറിയില്ല. ഈജിപ്തിന്റെ ദേശീയ പുഷ്പം ഏതാണ്? അറിയില്ല. വിലാസിനി എന്ന തൂലികാനാമം ആരുടേതാണ്? MK മേനോൻ. LED-യുടെ പൂർണ്ണരൂപം എന്താണ്? അറിയില്ല. ചോദ്യങ്ങൾ തീർന്നു. 10 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഒട്ടാവ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? കാനഡ. കറക്റ്റാണ് പറഞ്ഞത്. ഹെമിട്രാഗസ് ഹൈലോക്രിയസ് ഏത് മൃഗത്തിന്റെ ശാസ്ത്രനാമമാണ് എന്നാണ് ചോദിച്ചത്. വരയാടാണ്. കലിംഗ പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്? ശാസ്ത്രം. പർവ്വത നിവാസികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? മിസോറാം. ട്രൈറ്റൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? നെപ്റ്റ്യൂൺ. കാളിന്തി എന്ന് മഹാഭാരതത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? യമുന. ബലയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? യക്ഷഗാനം. ഈജിപ്തിന്റെ ദേശീയ പുഷ്പം ഏതാണ്? താമരയാണ്. വിലാസിനി എന്ന തൂലികാനാമം ആരുടേതാണ്? MK മേനോൻ. കറക്റ്റാണ്. LED-യുടെ പൂർണ്ണരൂപം? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ് പൂർണ്ണരൂപം. 2 ഉത്തരങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞത്. സോ യു ഗോട്ട് 4 മാർക്സ്. നാലാമത്തെ ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. 10 ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ 20 മാർക്ക്. ചോദ്യം ചോദിക്കുന്നത് കോഴിക്കോടിനോടാണ്. കോഴിക്കോട് റെഡിയാണെങ്കിൽ പറയാം, റിലാക്സ് ആണെങ്കിൽ പറയാം. യു ആർ റെഡി ഫോർ ദാറ്റ്? യെസ്. യെസ്. സോ സ്റ്റാർട്ട് നൗ. സാന്റിയാഗോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? അറിയില്ല. മക്കാക്ക സൈനനസ് ഏത് മൃഗത്തിന്റെ ശാസ്ത്രനാമമാണ്? അറിയില്ല. യെബേൽ സമ്മാനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്? മാത്തമാറ്റിക്സ്. ഈശ്വരന്റെ സ്ഥലം എന്ന അർത്ഥമുള്ള ഒരു സംസ്ഥാന നാമം ഏത്? അറിയില്ല. മിറാൻഡ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? യുറാനസ്. ബംഗ്ലാദേശിലെത്തുമ്പോൾ ജമുന എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. രാമനാട്ടം എന്ന കലാരൂപമാണ് പിന്നീട് ഈ പേരിൽ അറിയപ്പെട്ടത്. കഥകളി. ബംഗ്ലാദേശിന്റെ ദേശീയ പുഷ്പം ഏതാണ്? താമര. സഞ്ജയൻ എന്ന തൂലികാനാമം ആരുടേതാണ്? മണിക്കൊത്ത് രാമുണി നായർ. LCD-യുടെ പൂർണ്ണരൂപം എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റലൈസ്ഡ് ഡിസ്പ്ലേ. വണ്ടർഫുൾ, വെരി ഗുഡ്. ഇനി നമുക്ക് ചോദ്യങ്ങൾക്ക് വീണ്ടും വായിക്കാം. സാന്റിയാഗോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ചിലിയാണ്. മക്കാക്ക സൈനനസ് ഏത് മൃഗത്തിന്റെ ശാസ്ത്രനാമമാണ്? സിംഹവാലൻ കുരങ്ങ്. യെബേൽ സമ്മാനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്? മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം. കറക്റ്റായിരുന്നു. ഈശ്വരന്റെ സ്ഥലം എന്നർത്ഥമുള്ള ഒരു സംസ്ഥാന നാമം? ഹരിയാന. മിറാൻഡ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? യുറാനസ്. കറക്റ്റായിരുന്നു പറഞ്ഞത്. ബംഗ്ലാദേശിലെത്തുമ്പോൾ ജമുന എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. കറക്റ്റായിരുന്നു പറഞ്ഞത്. രാമനാട്ടം എന്ന കലാരൂപമാണ് പിന്നീട് ഈ പേരിൽ അറിയപ്പെട്ടത്. കഥകളി. കറക്റ്റായിരുന്നു പറഞ്ഞത്. ബംഗ്ലാദേശിന്റെ ദേശീയ പുഷ്പം താമരയാണ് പറഞ്ഞത്, പക്ഷേ ആമ്പലാണ് കറക്റ്റ് ആൻസർ. സഞ്ജയൻ എന്ന തൂലികാനാമം ആരുടേതാണ്? മാർക്കോത്ത് രാമുണ്ണി നായർ അല്ലെങ്കിൽ MR നായർ. LCD-യുടെ പൂർണ്ണരൂപം എന്ത്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. പെർഫെക്റ്റ്. സോ യു ആൻസർഡ് ഫോർ 6 questions. Congratulations. And you got 12 marks. 12 marks. All right. അപ്പോൾ മിന്നായത്തിൻ്റെ ടെൻഷനെല്ലാം തീർന്നല്ലോ. എല്ലാ ചോദ്യങ്ങളുടെയും ടെൻഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നർത്ഥം. ഇനി ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മാർക്ക് പറയുന്ന ഒരു നിമിഷം മാത്രം. ആര് വിജയിയായി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷം മാത്രം. അല്ലാതെ യാതൊന്നുമില്ല. വളരെ കൂളായിട്ട് ശാന്തമായിട്ട് നമുക്ക്
നമ്മുടെ പാരൻസുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രാക്ട് ചെയ്യാം. രക്ഷിതാക്കളുടെ കൂടെ അവരുമായിട്ട് വർത്തമാനം പറയാം. ഇൻട്രാക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല വർത്തമാനം പറയാം നമുക്ക്. ഇപ്പോഴിവിടെ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടി. നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു റിലാക്സേഷൻ നമ്മുടെ പ്രിയപ്പെട്ട പാരൻസിൻ്റെ മുഖത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ വർത്തമാനം പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയ വണ്ണിൻ്റെ ലിറ്റിൽ സ്കോളർ എന്ന ഈ പരിപാടി, മലർവാടി അണിയിച്ചൊരുക്കിയ പരിപാടി നമ്മൾ ഇവിടെ തീരുകയാണ്. ഈ കുട്ടികളുടെ സാന്നിധ്യം ഇവിടെ തീരുകയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലർവാടിക്ക് അല്ലെങ്കിൽ മീഡിയ വണ്ണിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിലാണ് അവർ നിൽക്കുന്നത്. ഏറ്റവും മഹത്തായ ഒരു പ്ലാറ്റ്ഫോമിലാണ്. കാരണം ഇത് അറിവിൻ്റെ ലോകമാണ്. അറിവിനപ്പുറം വേറെ മഹത്തായതൊന്നുമില്ല. ആ അറിവിൻ്റെ ലോകം ഉള്ള കുട്ടികൾ, അറിവുള്ള കുട്ടികൾ ഇവിടെ കൊണ്ടുവന്നു, അവരുമായിട്ട് മത്സരിച്ചു. ടെലിവിഷനിലൂടെ ഒരുപാട് ആളുകൾ അവരുടെ മുഖം കണ്ടു, അവരെ പരിചയപ്പെട്ടു. ഇത് ഒരു ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുകയാണ്. ഒരുപാട് അറിവുണ്ടായി. ഒരു വിശ്വവിജ്ഞാനകോശം പോലെ ഇങ്ങനെ കിടന്നാൽ ഒന്നും അത് യാതൊരു ഫലവും ഉണ്ടാവില്ല. നമുക്ക് നേടിയ അറിവ് കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും നന്മയുണ്ടാക്കുമ്പോൾ മാത്രമാണ് അത് സമർത്ഥമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത്, നാം നടന്നു പോകുന്ന വഴികളിൽ നമ്മുടെ കാൽപ്പാടുകൾ പതിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതായിരിക്കണം നിങ്ങളുടെ ഭാവി. പാരൻസിന് പറയാം എങ്ങനെയാണ് കുട്ടികളെ വാർത്തെടുക്കാൻ നിങ്ങളുടെ പദ്ധതി. ഇനി നല്ല ഒരു മനുഷ്യനായി വളരുക എന്നതാണ് ആദ്യമായി നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിക്കേണ്ട പാഠമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഒരുപാട് അറിവുള്ള ഒരു കൂട്ടം കുട്ടികളെയാണ് നമ്മളിവിടെ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ മലർവാടി, അറിവിൻ്റെ വാടി. ആ വാടിയിൽ നിന്നും ഞങ്ങൾ ഏതാനും ചില പൂക്കൾ മാത്രമാണ് നമ്മുടെ മക്കൾ എടുത്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് ദൂരം അവർ കടന്നെത്തേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ സഹായങ്ങളും എല്ലാ അനുഗ്രഹം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ ഒരു മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ അവരെ നല്ല ഗുണങ്ങളും മാനുഷിക ഗുണങ്ങളും നന്മകളും പറഞ്ഞു കൊടുത്ത് അറിവിലേക്ക് വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. വെരി ഗുഡ്. നല്ല ഉത്തരം, വളരെ നല്ല ഉത്തരം. അതാണ് വേണ്ടത്. നമ്മളെല്ലാം കൊതിക്കുന്നത് അത് തന്നെയാണ്. അടുത്താൽ ഈ മത്സരത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, അറിവ് വിനോദത്തിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്നതാണ്. അറിവിൻ്റെ ലോകത്തേക്ക് കുട്ടികളെ പോകുമ്പോൾ അത് സാറിനെ പോലെ ഉള്ള ഒരാൾ അവതരിപ്പിക്കുമ്പോൾ അത് കുട്ടികളിൽ വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലാണ് നമ്മുടെ മുത്തുകൾ ഉള്ളത് എന്നാണ് ഞാനൊരു പൊതുവിദ്യാലയത്തിലെ അധ്യാപകനാണ്. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം മലർവാടി ലിറ്റിൽ സ്കോളേഴ്സിൽ വന്ന കുട്ടികളൊക്കെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വന്ന കുട്ടികളായിരുന്നു. ഈ 16 ടീമിലും ഇവർ 4 പേര് അവസാനം എത്തിയിട്ടുണ്ടെങ്കിലും ഇതിനേക്കാൾ അറിവുള്ളവർ പുറത്ത് പോയിട്ടുണ്ട്. അത് ഈ കുട്ടികൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും അഹങ്കരിക്കരുത്. എത്ര അറിവുണ്ടെങ്കിലും അഹങ്കരിക്കരുത്. ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ ഹൗസ് ബോട്ടിൽ എല്ലാ രാത്രികളിലും പുസ്തക വായനയ്ക്ക് വേണ്ടി പുഴയിൽ ദൂരെ പോയി ഇരിക്കുമായിരുന്നു. രാത്രിയിൽ തനിച്ച് പുസ്തകം തുറന്നു വെച്ച് അദ്ദേഹം വായിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു മെഴുകുതിരി വെട്ടത്തിൽ രവീന്ദ്രനാഥ ടാഗോർ പുഴയിൽ ഹൗസ് ബോട്ടിൽ പോയി കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്ക് വായിച്ചിരിക്കുന്ന സമയത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ വാദമുഖങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പുസ്തകം അടച്ചു വെച്ചു. മെഴുകുതിരി ഊതിക്കെടുത്തി. ആ മെഴുകുതിരി ഊതിക്കെടുത്തിയ അതേ നിമിഷത്തിൽ ഹൗസ് ബോട്ടിൻ്റെ ജനലിലൂടെ പുറത്തു നിന്നും നിലാവെളിച്ചം അകത്തേക്ക് പാൽ പോലെ പതഞ്ഞൊഴുകി വന്നു. അദ്ദേഹം പുറത്തിറങ്ങി നോക്കി. ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിലാവ് ഇങ്ങനെ പാല് പോലെ പതഞ്ഞു കിടക്കുന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി, ആ നിലാവെളിച്ചം എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വെളിച്ചം എന്ന് ധരിച്ച ആ മെഴുകുതിരി വെട്ടം ആ നിലാവെളിച്ചത്തെ തടഞ്ഞു നിർത്തുകയായിരുന്നു. എപ്പോൾ ഞാൻ ആ മെഴുകുതിരി ഊതിക്കെടുത്തിയോ ആ സമയത്ത് നിലാവെളിച്ചം എന്നിലേക്ക് പതഞ്ഞൊഴുകി വന്നു. അർത്ഥം മനസ്സിലായോ? വെളിച്ചം എന്ന് പറയുന്ന അറിവാണ്. നമ്മൾ ഒരു മെഴുകുതിരിയാണ് ഏറ്റവും വലിയ വെളിച്ചം എന്ന് ധരിക്കുമ്പോൾ പുറത്ത് വലിയ നിലാവ് പോലെ ഒരുപാട് അറിവുകളുടെ ലോകമുണ്ട്. നാം ചെയ്യേണ്ടത്, നമ്മൾക്ക് അറിവുണ്ട് എന്നുള്ള തോന്നൽ നമ്മൾ ആദ്യം ഊതിക്കെടുത്തുക. ഊതിക്കെടുത്തി കഴിഞ്ഞാൽ നിലാവ്
പതഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് ഒഴുകി വരും. അങ്ങനെ വലിയ കുട്ടികളാവട്ടെ എന്നുള്ളതാണ് ആശംസ. സോ ഗുഡ്. നമ്മൾ വീണ്ടും കാണികളോട് പറയുന്നു എ ലിറ്റിൽ ബ്രേക്ക്. ഒരുപാട് നാൾ നീണ്ടു നിന്ന ഒരു മത്സരത്തിൻ്റെ വിധി പ്രസ്താവിക്കുന്ന മുഹൂർത്തമാണ് ഇത്. വളരെ ഉജ്ജ്വലമായ ഒരു നിമിഷം. മത്സരം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. പ്രാഥമിക ഘട്ടം കഴിഞ്ഞ് സെമി ഫൈനൽ കഴിഞ്ഞ് ഫൈനലിലെത്തി. അതിലും മത്സരത്തിൽ ഉജ്ജ്വലമായി പങ്കെടുത്ത് ഏറ്റവും അവസാന നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അവരാണ് വിജയികളാവുന്നത്. ഈ തവണത്തെ പ്രത്യേകത ജില്ലകൾ തമ്മിലായിരുന്നു മത്സരിച്ചത്. അവസാനം ബാക്കിയായ ജില്ലകൾ ആലപ്പുഴയും മലപ്പുറവും വയനാടും കോഴിക്കോടുമാണ്. 14 ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളുണ്ടായിരുന്നു. 4 ജില്ലകളാണ് അവസാന റൗണ്ടിലേക്ക് എത്തിച്ചേർന്നത്. അതിൽ നിന്നും ഒരു ഗ്രൂപ്പിന് മാത്രമാണ്, ഒരു ജില്ലയെ മാത്രമാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഒരു ജില്ലയെ 1-ാം സ്ഥാനത്തേക്കും അതിനനുസരിച്ച് 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും പങ്കിട്ടെടുക്കുന്ന മുഹൂർത്തമാണ് ഇത്. ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി മലർവാടി വിജ്ഞാനോത്സവത്തിൻ്റെ കൺവീനർ ശ്രീ സുഹൈർ അലി അവർകളെ ഞാൻ വേദിയിലേക്ക് സവിനയം ക്ഷണിക്കുന്നു. മലർവാടി ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ വാക്ക് നന്മയാണ് അല്ലേ? കാരണം വിജ്ഞാനം മാത്രമല്ല, അറിവ് മാത്രമല്ല, ആ അറിവിലൂടെ നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നിങ്ങളോടൊപ്പം ജീവിക്കുന്ന സഹജീവികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഒരു വിത്തിട്ട് തന്ന് അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മലർവാടിയുടെ സ്വപ്നം. മലർവാടി പോലെ വളരെ ശക്തമായ പൂക്കൾ നിങ്ങളുടെ പൂന്തോപ്പിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് മലർവാടിയുടെ സംഘാടകരുടെ സ്വപ്നം. ആ സംഘാടക സമിതിയിലെ പ്രഗത്ഭനായിട്ടുള്ള മുസ്തഫ മങ്കട അവർകളെ, മലർവാടി ബാലസംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം നമ്മുടെ കുട്ടികളെ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ 3 ലക്ഷത്തിലധികം കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് 14 ജില്ലകളിൽ നിന്നും മത്സരം കഴിഞ്ഞ് സ്കൂൾ തലത്തിലും സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും കഴിഞ്ഞ് അവസാനം 4 ജില്ലകളാണ് നമ്മുടെ ഈ സമാപന വേദിയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും മികച്ച, ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ കുട്ടികളും അതോടൊപ്പം അതിന് താഴെയുള്ള കുട്ടികളും ഇവിടെയുണ്ട്. മലർവാടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘമാണ്. കേരളത്തിൽ മലയാളി കുട്ടികൾക്ക് വേണ്ടി, കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള മലയാളി സമൂഹത്തിന് വേണ്ടിയും വളരെയധികം കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനമായിട്ട് മലർവാടി വിജ്ഞാനോത്സവം, അതോടൊപ്പം മറ്റു തരത്തിലുള്ള സാമൂഹ്യ പരിപാടികളും വിദ്യാഭ്യാസ പരിപാടികളും സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്ന പരിപാടികളുമൊക്കെ മലർവാടി സംഘടിപ്പിച്ചു വരികയാണ്. ഈ പരിപാടിയിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്മ മാത്രമാണ്. ആ നന്മയിലൂടെ, നമ്മുടെ മൂല്യങ്ങളിലൂടെ, സദാചാര ധാർമ്മിക മൂല്യങ്ങളിലൂടെ, ആരോഗ്യകരമായിട്ടുള്ള മത്സരബുദ്ധിയിലൂടെ ഉള്ള പ്രവർത്തനങ്ങളാണ് മലർവാടി സംഘടിപ്പിച്ചു വരുന്നത്. അതിന് നൽകിയിട്ടുള്ള പിന്തുണ, മലയാളി സമൂഹം നൽകിയിട്ടുള്ള പിന്തുണക്ക് എപ്പോഴും ഏത് സമയത്തും സദാ കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു അതിഥിയുണ്ട്. മെഡിക്കൽ എൻട്രൻസിന് ഒരു സാധാരണ വീട്ടിൽ പിറന്ന് ഒരു സാധാരണ സ്കൂളിൽ പഠിച്ച് പക്ഷേ ഉന്നത വിജയം നേടിയ ഒരു കുട്ടി, നമ്മുടെയൊക്കെ സ്വന്തം ഹിബ. മലപ്പുറം ജില്ലയിലെ തുറക്കൽ സ്വദേശിനിയായ ഹിബയെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഹിബ, ഈ കുഞ്ഞുങ്ങളൊക്കെ മോള് വല്ല അഭിമാനത്തോടു കൂടിയിട്ട് പത്രത്തിൽ പടം കണ്ട സമയത്ത് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. അതിൻ്റെ ഞെട്ടലിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വലിയ വിജയം നേടിയതല്ല. ഒരു സാധാരണ വീട്ടിൽ പിറന്ന് ഒരു സാധാരണ സ്കൂളിൽ പഠിച്ച് അത്രമാത്രം ഉന്നത വിജയം നേടി അറിയുന്ന സമയത്ത് വലിയ സന്തോഷം. ആ സന്തോഷം ഈ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കുമുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്കുണ്ട്, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കുണ്ട്. മോക്കെന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതും സാറിൻ്റെ കൂടെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ ഒക്കെ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഇത് ആർക്കായാലും സമ്മാനം ആർക്ക് വേണമെങ്കിൽ കിട്ടിക്കോട്ടെ, നിങ്ങൾ ഈ വേദിയിൽ നിന്ന് കുറേ അറിവുകൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ എല്ലാവർക്കും അഭിമാനിക്കാം. ഇനിയും നിങ്ങൾ കൂടുതൽ പഠിക്കുക. ഇതൊരു തുടക്കം മാത്രമാവട്ടെ. ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്. അതാണ് ഹിബയുടെ വാക്കുകൾ.
ഓക്കെ, വെരി ഗുഡ്. ഹിബ, ഇവരെല്ലാം വളരെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. ഇവർ ആര് ഒന്നാം സ്ഥാനത്തെത്തി എന്നുള്ളതോ അല്ലെങ്കിൽ ആര് അവസാനത്തേക്ക് എത്തിയൊന്നും അല്ല ചോദ്യം. കാരണം ഇതിന് മുൻപിൽ നടന്ന ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരങ്ങളിൽ പ്രാഥമിക ഘട്ടം കഴിഞ്ഞു. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പങ്കെടുത്ത കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെല്ലാം പിന്തള്ളി ഇന്ന് ഇവർ ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം വിജയികളാണ്, എല്ലാവരും വിജയികളാണ്, ഈ നിൽക്കുന്ന കുട്ടികളെല്ലാവരും. അവർക്ക് മീഡിയ വണ്ണും അതുപോലെ തന്നെ ലിറ്റിൽ സ്കോളറും മലർവാടിയും ചേർന്ന് സമ്മാനം നൽകുന്ന മുഹൂർത്തമാണ് ഇത്. ആ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യം 4ാം സമ്മാനമാണ് അനൗൺസ് ചെയ്യുന്നത്. 4ാം സമ്മാനം നേടിയിരിക്കുന്നത് വയനാട് ജില്ലയാണ്. 144 മാർക്കാണ് നേടിയിരിക്കുന്നത്. നല്ല കയ്യടി കൊടുക്കാം വയനാട് ജില്ലയ്ക്ക്. കമോവയ്ക്ക, കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റും മൊമെൻറ്റവും തരുന്നു സുഹൈർ അലി. ഹൃദ്യ ആൻഡ് ദേവന വയനാട് ജില്ലയിൽ നിന്നാണ്. ഹൃദ്യയ്ക്കും ദേവനയ്ക്കും. ഇനി 3ാം സമ്മാനം നേടിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയാണ്. ഫർഹാൻ ആൻഡ് അഭിനവ് ഫ്രം ആലപ്പി ഡിസ്ട്രിക്ട്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്കാണ്. 158 മാർക്കാണ്. സർട്ടിഫിക്കറ്റും മെമെന്റോയും നിങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഹിബയിൽ നിന്നാണ്. ക്യാഷ് പ്രൈസ് ആണ്. ദാറ്റ്സ് ഫോർ യു. ഇനി അനൗൺസ് ചെയ്യുന്നത് 1ാം സമ്മാനമാണ്. 1ാം സമ്മാനം കോഴിക്കോട് ജില്ല, സ്നിഗ്ധ ആൻഡ് അമൽ രാജ്. കൺഗ്രാറ്റ്സ്. ഇനി നമ്മുടെ കൂട്ടുകാരി ഹിബയ്ക്ക് ഒരു സമ്മാനം. മലർവാടിയുടെയും ലിറ്റിൽ സ്കോളറിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും സമ്മാനം മുസ്തഫ മാഷിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാം. ലിറ്റിൽ സ്കോളറിൻ്റെ ഈ സീസൺ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അറിവിൻ്റെ ഉത്സവം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് തുറന്നുകൊണ്ടേയിരിക്കും. ഈ ഭൂമിയുള്ളിടത്തോളം അത് തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ലിറ്റിൽ സ്കോളറും തുറന്നുകൊണ്ടിരിക്കും. വീണ്ടും കാണാം അടുത്ത സീസണിൽ. അതുവരെ ഗുഡ് ബൈ.